നമുക്ക് മാസത്തിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇതുപോലെ പിക്നിക് വരണം. എന്ത് രസമായിരിക്കും ഇവിടെ ഇങ്ങനെ ഇരുന്ന് സമൂസ കഴിക്കാൻ. ഈ സ്ഥലം എത്ര സുന്ദരല്ലേ. എന്താ ഉണ്ടായത്? മാറ് മാറ്, ഞാൻ ഇയാളൊന്ന് പരിശോധിക്കട്ടെ. ഹലോ, കണ്ണു തുറക്ക്. ഹലോ, ഞങ്ങൾ ഇതിന് ആശുപത്രിയിൽ എത്തിക്കാം. നിക്കൂ, എനിക്ക് അധികം സമയമില്ല. കേൾക്കൂ, ഇവിടുന്ന് 100 കിലോമീറ്റർ ദൂരെ റോക്ക് ഗാർഡന്റെ അടുത്ത് 10 കോടി രൂപ അടങ്ങിയ ബാഗ് ഇരിപ്പുണ്ട്. എല്ലാരും ശ്രദ്ധിക്കൂ. ചിങ്കത്തിനോട് 10 കോടിയുടെ കാര്യം പറയരുത് കേട്ടോ. എവിടെ പോയി? എവിടെ പോയിന്ന്? The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ, ഹൈലി ഇംപോസിബിൾ. 1 വർഷമായിട്ട് ഞാൻ ഇവനെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് എനിക്ക് ഇവനെ കിട്ടിയത്. പറഞ്ഞോളൂ, ഇവന്റെ കഥ തീർന്നതിന് മുമ്പ് ഇവൻ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? പറയൂ പറയൂ പറയൂ. ഒന്നും പറഞ്ഞില്ല സാറേ. അവൻ വേദന കൊണ്ട് കിടന്നിങ്ങനെ പെടക്കായിരുന്നു. ഇവൻ ഒന്നും പറഞ്ഞില്ലേ? 40 കോടി രൂപ വെച്ചിരിക്കുന്ന ഒരു ബാഗ് ഒളിപ്പിച്ച കാര്യം ഇവൻ നിങ്ങളോട് പറഞ്ഞില്ലേ? 40 കോടിയോ? ഇവൻ നമ്മളോട് 10 കോടി എന്നല്ലേ പറഞ്ഞത്? കള്ളൻ, വഞ്ചകൻ, ചതിയൻ. ഇപ്പൊ പറയൂ, 10 കോടി രൂപയുടെ ബാഗ് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്? അവൻ ആകെ പറഞ്ഞത് 10 കോടി 10 കോടി. പിന്നെ ബോധം കെട്ടുപോയി. സാറാണ് സത്യം, വേറൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ ഒന്നും സത്യം പറയില്ല. ജയിലിൽ ഉണ്ടതെന്നാൽ സത്യം പുറത്തേക്ക് വരും. ഇവനെ പൊക്കിയെടുത്ത് ജീപ്പിനകത്ത് ഇട്. എന്നിട്ട് നിങ്ങളും എന്നോടൊപ്പം വന്നേ. ഹലോ ഹലോ, മോഷ്ടാവേ, ഒന്ന് കണ്ണ് തുറക്ക്. എനിക്ക് നിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. എടോ, കണ്ണ് തുറക്ക്. ഡോക്ടറെ, നമുക്ക് രക്ഷപ്പെടാം. കിട്ടുന്ന പൈസ നമുക്ക് പകുതി പകുതി വീതിച്ചെടുക്കാന്നേ. പത്തിലു, നമ്മളായിട്ട് എന്തിനാ ഇനി മാറി നിൽക്കുന്നത്? വരൂ, നമുക്കും ചെന്നാ കാശ് അന്വേഷിക്കാം. എന്നിട്ട് പങ്കിട്ടെടുക്കാലോ. ഗുഡ് ഐഡിയ. ഹലോ ഹലോ, മോഷ്ടാവേ, ഒന്ന് കണ്ണ് തുറക്കണോ? അവിടെ നിക്ക്. നിയമത്തിന്റെ ഭാഷയിൽ പറയുന്നു, ഈ ചിങ്കത്തിന്റെ അടുത്ത് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അറിയാമല്ലോ, ഹൈലി ഇംപോസിബിൾ. എല്ലാ തവണയും എന്നെ വീഴ്ത്താൻ പറ്റില്ല. ഡോക്ടറെ കേറ്. ഇവന്മാര് രണ്ടുപേരും നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ടല്ലോ. ഒരു കാരണവശാലും പിടിവിടരുത്. രണ്ടെണ്ണത്തിന്റെ നിലവിളി കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? എങ്ങോട്ട് കൊണ്ടുപോവാ? ഒന്ന് പതുക്കെ. ശ്രദ്ധിച്ച് പതുക്കെ പതുക്കെ പോടേ. ബൈ ബൈ, പിന്നെ കാണാം. ചേട്ടാ, ഈ റോക്ക് ഗാർഡൻ എവിടെയാണ്? ഈ റോഡ് നേരെ റോക്ക് ഗാർഡനിലേക്ക് തന്നെ പോകുന്നേ. അധികം ദൂരമൊന്നുമില്ല, 100 കിലോമീറ്റർ മാത്രം. പക്ഷേ നിങ്ങൾ ഈ വണ്ടിയിൽ എങ്ങനെ അവിടെ ചെന്ന് എത്താനാ ആമവേഗത്തില്? ചേട്ടായി, ആരാ പറഞ്ഞത് ഞങ്ങൾ ഇതിലാ പോകുന്നതെന്ന്? നിക്ക് അവിടെ നിക്ക്. ഇതിന്റെ എഞ്ചിൻ എവിടാ? ഇതിലെവിടാ പെട്രോൾ അടിക്കുന്നേ? ഹാ, നിക്കിനടാ കള്ളന്മാരെ. കള്ളൻ കള്ളൻ പിടിക്കേ.
ഇനി 10 കോടി നമുക്കുള്ളതാ. അത് കണ്ടോ, മോട്ടുപത്രം പോകുന്ന കണ്ടില്ലേ? സൈക്കിള് കൊണ്ട് 100 കിലോമീറ്റർ പോവാണോ? നിങ്ങളൊരു സംഭവമാണെന്ന് തെളിയിച്ചിരിക്കുക മോട്ടു. എടോ ചെറിയ മനുഷ്യരെ, ഓടിക്കുന്നത് സൈക്കിള് എന്നിട്ട് സ്വപ്നം കാണുന്നത് 10 കോടി രൂപ. മാണല്ലോ. ചെന്ന് വീട്ടിൽ പോയി വിശ്രമിക്കേ. മോട്ടോ ഒന്ന് വേഗം ചവിട്ടേ. മോട്ടോ നീ ഒന്ന് ആലോചിക്കേ, അവരുടെ മുമ്പിൽ എങ്ങനെ എത്താമെന്ന്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. മോട്ടോ നീ ഒന്ന് ആലോചിക്കേ, 10 കോടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് എത്ര സമൂസ വാങ്ങി കഴിക്കാമെന്ന്. നീ ആ ചിന്തകളൊക്കെ അയവിറക്കി ഒന്ന് വേഗം സൈക്കിൾ ചവിട്ടാൻ നോക്ക്. 10 കോടിയുടെ സമൂസയോ? അങ്ങനെ ഇനിയും വേഗം ചവിട്ട മോട്ടോ. പൊളിക്കെടുത്തല്ലോ. ഇവന്മാരെ മീതെ ചാത്തം കയറി കൂടിയിട്ടുണ്ടോ? ഐഡിയ. എന്തായാലും ഇവരെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ഡോക്ടറെ, നമുക്ക് ആദ്യം അവരെ പോയി പിടിക്കണം. എന്തിനൊന്ന് ചെയ്തേ. മോട്ടോ നീ ഒരിക്കലും ലക്ഷ്യത്തിൽ നിന്ന് മാറരുത്. രാവിലെ സമൂസ, ഉച്ചയ്ക്ക് സമൂസ, രാത്രി സമൂസ. നിന്നെ സമൂസയിൽ അങ്ങ് കുളിപ്പിച്ചേക്കാമെന്നേ. അല്ല, എന്തായി സംഭവിക്കുന്നേ? എന്റെ മോട്ടോ, നിന്റെ ആവേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ ആ വേഗത ഒന്ന് കുറയ്ക്ക്. സമൂസ 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 സമൂസ. എക്സ്ക്യൂസ് മീ, നിങ്ങൾ ഞങ്ങൾക്ക് റോക്ക് ഗാർഡൻ വരെ ഒന്ന് ലിഫ്റ്റ് തരുവോ? ഭൂതം. രക്ഷിക്കണേ! നന്ദിയുണ്ട് മാഷേ, രക്ഷപ്പെട്ടു. കണ്ടില്ലേ, പാരച്യൂട്ടിലായി അവരുടെ യാത്ര. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആകാശത്തിലൂടെ പോകുന്നതിൽ എനിക്ക് 20 വർഷത്തെ അനുഭവം ഉണ്ട്. വരൂ, ഇങ്ങ് തന്നെ. എന്റെ ബലൂണിന്റെ പൈസ തന്നിട്ട് പോടോ. എടോ എന്റെ പൈസ എന്റെ ബലൂണിന്റെ പൈസ താടോ. മണി ഓർഡർ ആയിട്ട് അങ്ങനെയാണെങ്കിൽ എന്റെ അഡ്രസ് എഴുതിയെടുക്കണോ? നിക്ക്, ഇതാ കള്ളൻ കള്ളൻ കള്ളൻ. കൂട്ടുകാരെ, ഞങ്ങള് പോവാ. അവിടെ വെച്ച് കാണാൻ കേട്ടോ. മോട്ടോ ദേ പോകുന്ന ജട്കയും ഗസീറ്റയും വേഗം അവരെ മറികടക്കേ. അവന്മാർക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. എന്റെ പൊന്നു മോട്ടു, ഞാൻ ആരാണ്? നിന്റെ സഹോദരൻ, നിന്റെ ചങ്ക്. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? നാളെയും കാണേണ്ടവരല്ലേ നമ്മള്? ഞങ്ങള് തനിച്ചാക്കിയിട്ട് നിങ്ങൾ കാറിൽ ഞെളിഞ്ഞിരുന്ന് പോകുമ്പോ കണ്ടില്ലല്ലോ ഈ ചങ്ക് സ്നേഹമൊന്നും. നീ മോട്ടിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. നീ ഒരു നല്ല മനുഷ്യനല്ലേ? എന്ന് വെച്ചാ ഞാൻ കൊള്ളരുതാത്തവനെന്നാണോ? പിടിച്ചോ പിടിച്ചോ, ഇന്ന് ഇത് പിടിച്ചോ, ഇതും ഇരിക്കട്ടെ. മുറുക്കെ പിടിച്ചോളേ. ഇതാണ് ഫൈനൽ. ഞങ്ങൾക്ക് 10 കോടി രൂപയുടെ ബാഗ് വേണ്ട. ഞങ്ങളെ രക്ഷിച്ചാൽ മാത്രം മതി. എന്റെ മോട്ടു സ്നേഹിത, എനിക്ക് 10 കോടിയൊന്നും വേണ്ട. ഞങ്ങളെ ഒന്ന് രക്ഷിച്ചാ മാത്രം മതി. എന്നാ കൈ ഇങ്ങതാ, നല്ല മുറുക്കം പിടിച്ചോ.
നിൽക്കൂ, നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ് 10 കോടി രൂപയുടെ ബാഗൊന്നും വേണ്ടെന്ന്. ബാഗ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കാശിനെ വേണ്ടത്. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ഇതാണ് 10 കോടി രൂപയുടെ ബാഗ്. ദേ പോകുന്നു നമ്മുടെ 10 കോടി. മോട്ടോ രക്ഷയ്ക്ക്. Help! നിൽക്കൂ! Help! വിടൂ! കാലിത് വിടൂ! പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 വർഷ അനുഭവത്തിൽ ഇതുപോലെ ഞാൻ ആകാശത്തിലേക്ക് പറന്നിട്ടില്ല. ചിങ്കം സാർ, ഒന്ന് പിടിച്ചേ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. പറഞ്ഞല്ലോ ഇംപോസിബിൾ. ദേ പറക്കുന്നു എന്റെ 10 കോടിയുടെ സമൂസ.